മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ആന്റോ നൂറിലേക്ക് എളുപ്പമോ? അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ്. ആത്മവിശ്വാസം നല്ലതാണ്. കാരണം ഒരു നേതാക്കന്മാർക്ക് ആത്മവിശ്വാസം നൽകാനുള്ള ഒരു സംവിധാനമായിട്ട് ഇതിന് 2 ദിവസത്തെ ക്യാമ്പ് മാറി എന്നുള്ളതിനെ കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ തുടക്കം എന്ന് പറയുന്നത് നല്ല രീതിയിലാണ്. എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് അങ്ങനെ തന്നെ നല്ല രീതിയിൽ തുടങ്ങാറുമുണ്ട് കേട്ടോ, അങ്ങനെ ഇല്ല എന്നൊന്നും പറയില്ല. ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഈ 100 ഉറപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ എന്താ പറയുക, ഏകദേശം 70-75 സീറ്റിന് മേലേക്ക് കോൺഗ്രസിന് ഈസിയായി എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, കാസർഗോഡ് 5-ൽ 3 സീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 സീറ്റ് ശരിയാണ്. നോക്കുമ്പോൾ എന്താണ്, പഞ്ചായത്ത് ഇലക്ഷനിൽ 5-ൽ 3 സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഉദുമ മണ്ഡലമല്ലേ 825 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. വെറും 825 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അങ്ങനെ മണ്ഡലങ്ങൾ എടുത്തു 5000-ൽ താഴെ പഞ്ചായത്ത് ഇലക്ഷൻ ലീഡ് കിട്ടിയ മണ്ഡലങ്ങളുടെ എണ്ണം 18ആണ്. 5000-ൽ താഴെ. അതുപോലെ തന്നെ 10000-ൽ താഴെ വന്നതിൻ്റെ അടുത്ത് 30-ലധികം നിയമസഭാ മണ്ഡലങ്ങളാണ് 10000-ൽ താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ 5000 വോട്ട് ഒരു നിയമസഭാ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റമാണോ എന്ന് ചോദിച്ചാൽ ഒരു മാറ്റമല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2010-ൽ ഇതേ സംവിധാനം ഉണ്ടായിരുന്നു, ഇതേപോലെ ഇലക്ഷൻ വന്നു. ഏതെങ്കിലും കാലത്ത് പഞ്ചായത്ത് ഇലക്ഷനിൽ വന്ന ഒരു ഇലക്ഷൻ റിസൾട്ടിനെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനെ സ്വാധീനിക്കുന്നതായി കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് രണ്ട് ആംഗിളും 2 ഡിഫറൻറ്റ് സ്റ്റൈലുമാണ്. LDFിന് ഗുണമായി അല്ല, LDFില്ല ഞാൻ പറയുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ 2010-ലാണല്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വലിയ വിജയം സമ്മാനിച്ചത് 2010-ലാണ്. 2010 പക്ഷേ വേറെ കുറേ രാഷ്ട്രീയ സാഹചര്യം അല്ല, രാഷ്ട്രീയ സാഹചര്യം വരാനിരിക്കുന്നുള്ളൂ. കാരണം ഇനിയും കിടക്കുകയാണ് 3-3.5 മാസം. എന്തായാലും 2026 ഏപ്രിലാണല്ലോ ഇലക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ പറയും, പെരുമാറ്റച്ചട്ടം അതിന് മുന്നേ വന്നാലും ഇത് ജനുവരി ആയിട്ടുള്ളൂ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസം ഇനി അങ്ങോട്ട് കിടക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പം ഇനിയാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് എല്ലാം ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. ഇനിയായിരിക്കും ചർച്ച നടക്കാൻ പോകുന്നത്, ഇനിയായിരിക്കും. അപ്പം ഈ പറയുന്ന ഏകദേശം പറയില്ല, ഈ 30 സീറ്റിൽ താഴേക്ക് 30 മണ്ഡലങ്ങളിൽ എങ്ങനെ 10000-ൽ താഴെ വന്നിരിക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെ വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ പല മണ്ഡലങ്ങളും എടുത്തു നോക്കി. ഈ പല മണ്ഡലങ്ങളും അങ്ങനെ തന്നെയാണ്, പല മണ്ഡലങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഈ എന്താണ് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസിനെതിരെ ആൻറ്റി ക്യുമൻസി ഉണ്ട് എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് അങ്ങനെ പറയുകയാണെങ്കിൽ ആൻറ്റി ക്യുമൻസി ഉണ്ട്. എല്ലാ സാഹചര്യങ്ങളും നിന്നിട്ട് ഇലക്ഷനിൽ വരുമ്പോൾ 30 മണ്ഡലത്തിൽ 10000 വോട്ടിൽ താഴെ മാത്രമേ ഭൂരിപക്ഷം സ്വീകരിക്കാൻ വന്നിട്ടുള്ളൂ. 18 മണ്ഡലത്തിൽ മാത്രമേ 5000-ന് താഴേക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് വെക്കുമ്പോൾ ആ 5000 മണ്ഡലങ്ങൾ അവോയ്ഡ് ചെയ്ത് നോക്കിക്കേ. ആ 5000 മണ്ഡലം ഒഴിവാക്കിയാൽ ഇന്ന് LDF മുന്നിൽ. ആ 5000 കൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു നിയമസഭാ ഇലക്ഷനിൽ അങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യണോ എന്നുള്ളതാണ്. ഓരോ മണ്ഡലങ്ങൾ എടുത്താൽ മതി. ഇപ്പം ഞാൻ പറയാം, ഇടുക്കിയിൽ പിന്നെ 1 സീറ്റാണ്, റോഷി അഗസ്റ്റിൻ്റെ സീറ്റായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സീറ്റ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം MM മണീൻ്റെ ഉടുമ്പൻചോല എന്തായിരിക്കും അവസ്ഥ? സിമ്പിളാണ് പറയുക. ഇപ്പം പത്തനംതിട്ട മുഴുവൻ തീരുമാനിച്ചു പോയി എന്ന് പറയുന്നത്. പഴയ കോന്നി എന്തായിരിക്കും അവസ്ഥ? അപ്പം അങ്ങനെ നോക്കിയാൽ എറണാകുളം തൂത്തുവാരി എന്ന് പറഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ എന്താണ് ഇപ്രാവശ്യം വലിയ കോൺഗ്രസ് വലിയ മുന്നോട്ട് വെച്ച് അധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഈ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും ആകെ 2 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായി? അപ്പം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, പിന്നെ പാലക്കാട് ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്രയും സീറ്റ് അവിടെ കിട്ടുമോ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് 85-ലേക്ക് എത്തിയേക്കുന്നത്. അപ്പോൾ റിയാലിറ്റിയിലേക്ക് കോൺഗ്രസ് വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. കാരണം റിയാലിറ്റിയിലേക്ക് കോൺഗ്രസും വരുന്നുണ്ട്. ഈ പറയുന്ന 2 ദിവസത്തെ ക്യാമ്പോട് കൂടിയിട്ട് 85-ലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് 85. അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇന്ന് കോൺഗ്രസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് 100-ന് മേലെ ആയേനെ. 85-ലേക്ക് നിൽക്കുന്നതിന് കാരണം എന്താണ്? 85 എന്ന് പറഞ്ഞാൽ എത്ര സീറ്റ് വേണം? 71 സീറ്റ് വേണ്ട അധികാരത്തിൽ വരണമെങ്കിൽ. ആകെ എത്ര സീറ്റ് വ്യത്യാസമാണ്? 100 എന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞ പോലെ 30 സീറ്റിൻ്റെ വ്യത്യാസം വരെ 100-ലേക്ക് എത്താൻ വേണ്ടി വേണ്ടേ? അപ്പോൾ 85-ലേക്ക് നിൽക്കാൻ എത്ര? 71 85 തമ്മിൽ വ്യത്യാസം എത്രയാണ്? 14 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ ആ 14 സീറ്റ് പറയാൻ കാരണം ആത്മവിശ്വാസം ലേശം കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ്. പൊതു സംസാര പ്രകാരം കേരളത്തിലെ 538 പഞ്ചായത്ത് പിടിച്ചെടുത്ത പ്രകാരം, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത പ്രകാരം കേരളത്തിലെ ഒരു ആൻറ്റി ഇൻക്യുമൻസി ഉണ്ട് എന്ന് പറയാനും, ഏതാണ് മുസ്ലിം കൺസോൾട്ടേഷൻ നടത്തിയെന്ന് പറയാനും, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടന്നു എന്ന് പറയാനും, കോൺഗ്രസിന് അനുകൂലമായ വേവ് ഉണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ പറയാം.
പക്ഷേ അത് റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല എന്ന് ഈ 85 ഒതുങ്ങിയതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതൊരു കനകോളി സിദ്ധാന്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരും അത്ര ബോധ്യമില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രതിപക്ഷ പക്ഷെ 100-100 പറയും. അല്ല, ഞാൻ പറഞ്ഞത് 85 ഇപ്പോൾ ഒരു ഫൈനലൈസ് ചെയ്ത് വെച്ചത് 85 സീറ്റ് എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ പറയുന്നത് റിയാലിറ്റി എന്നുള്ളതാണ്. 100 നമുക്ക് പറയാം, ആത്മവിശ്വാസം നമ്മൾ എത്രയാണ് 100-ലധികം സീറ്റോട് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇടതുപക്ഷം വന്നാൽ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. കേരളത്തിൽ 99 സീറ്റുള്ള ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല, 100-ലധികം സീറ്റിൽ അധികാരത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങൾ ഈ പ്രാവശ്യം സെഞ്ചുറി അടിക്കുമെന്നായിരിക്കും LDF പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ അല്ല, അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പറയാൻ പോകുന്നത്. അത് തന്നെയാണ് ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകണം, അണികൾക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ എന്താണ് കാരണം? കോൺഗ്രസ്സിന് 100% അനുകൂലമായ സംവിധാനം, ഈ പറയുന്ന എല്ലാവിധ സാമുദായിക സംഘടനകളും സംവിധാനങ്ങളും കോൺഗ്രസ്സിന് അനുകൂലമായ സമയത്ത്, ഈ BJPയിലേക്ക് കാര്യമായി വോട്ട് പോകാതിരുന്ന സമയത്ത് എല്ലാം എത്തി നിൽക്കുമ്പോൾ ഈ 85 ആണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമെങ്കിൽ അതിനെ അത്ര വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമായി കാണേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ആ ആത്മവിശ്വാസം ഒരു പരിധിവരെ കോൺഗ്രസ്സിന് തിരിച്ചടിയാവാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ സമയങ്ങളിലും അമിതാവേശം പിന്നെ ആര് കാണിച്ചാലും അവർക്കത് തിരിച്ചടിയാവാനാണ് സാധ്യത. പക്ഷേ ഞാൻ ഇന്ന് ചെറുതായിട്ട് കാണുന്നേ ഇല്ല. ഒറ്റ കാര്യം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചെറുതായിട്ട് കാണുന്നില്ല എന്ന് പറയാൻ കാരണം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനയ്ക്കുള്ളിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള എല്ലാവർക്കും കൂടി ഒന്നിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒന്നിച്ചൊരു സംബന്ധിച്ച് ഞാനിപ്പോൾ പല പിന്നെ ഈ 2 ദിവസം ക്യാമ്പിൽ പങ്കെടുത്ത പല നേതാക്കന്മാരോടും സംസാരിച്ചു. പല നേതാക്കന്മാരും ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും പറയും ഒരു ഊർജ്ജം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേതാക്കന്മാർക്ക് ഊർജ്ജം നൽകാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം? എന്നെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര MLA-മാരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഇവരുടെ ഉള്ളിലുള്ള സാധനമാണ്. അതവർക്ക് മാറ്റാനേ കഴിയില്ല. ഇപ്പം ഞാൻ നോക്കുക, എറണാകുളം ജില്ലയിൽ എല്ലാ നേതാക്കന്മാരുടെ മനസ്സിലുണ്ട്, എല്ലാ നേതാക്കന്മാരുടെ മനസ്സിൽ, കോഴിക്കോട് ജില്ലയിൽ എല്ലാ നേതാക്കന്മാരുടെ മനസ്സിൽ എനിക്ക് പറ്റിയ MLA-ക്ക് എങ്ങനെ സീറ്റ് പഠിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ധാരണ എല്ലാ ആൾക്കാരും നോക്കുന്നുണ്ട്. അത് നോക്കുകയും ചെയ്യും. കാരണം ഇപ്രാവശ്യത്തെ പ്രശ്നം എന്താ, സിറ്റിംഗ് MLA എന്ന് പറയുന്നത് 22 പേരേ ഉള്ളൂ. 22 പേരല്ലേ സിറ്റിംഗ് MLA-മാരുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ പുതിയ ആൾക്കാർ വന്ന് മത്സരിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നേതാക്കന്മാരെ ഒഴിച്ചത് 10-25 പേരെ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ ബാക്കി സീറ്റുകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു 22 പ്ലസ് എന്താണ് 45 കൂടെ കൂട്ടി അത്രയും സീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏകദേശം 40 സീറ്റിൽ ആരെ മത്സരിപ്പിക്കണം വേണ്ട എന്നുള്ളത്. അതിൻ്റെ അകത്ത് KC വേണുഗോപാലിൻ്റെ നോമിനി ഉണ്ടോ, VD സതീശൻ്റെ നോമിനി ഉണ്ടോ, രമേശ് ചെന്നിത്തലേൻ്റെ നോമിനി ഉണ്ടോ, അതുപോലെ തന്നെ പിന്നെ സണ്ണി ജോസഫിൻ്റെ നോമിനി ഉണ്ടോ, ഇങ്ങനെയുള്ള ചർച്ചകളിലേക്കൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടിരുന്നല്ലോ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് എല്ലാ കോർപ്പറേഷനിലും എമ്മാതിരി അടിയുണ്ടായിരുന്നു. ഇലക്ഷന് തൊട്ട് മുമ്പ് ഇലക്ഷൻ്റെ 2 ദിവസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ വരെ നമ്മളത് കണ്ടതാണ്. അതൊന്നും കോൺഗ്രസിൽ നിന്ന് മാറാതിരിക്കുകയൊന്നുമില്ല. ഒരു കാര്യം ശരിയാണ്, നേതാക്കന്മാർക്ക് ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി ഈ സംവിധാനം നടത്തിയത് നന്നായി, അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് നേതാക്കന്മാർ വിശ്വസിക്കുന്നത്. ഒരു പരിധി വരെ അത് ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.